നോമ്പുകാലത്തെ ആത്മീയമായി ധന്യമാക്കാൻ സഭ നൽകുന്ന വലിയൊരു അവസരമാണ് വെള്ളിയാഴ്ചകളിലെ ദണ്ഡവിമോചനം. കുമ്പസാരത്തിലൂടെ ക്ഷമിക്കപ്പെട്ട പാപങ്ങളുടെ ഫലമായി നാം അനുഭവിക്കേണ്ടി വരുന്ന താൽക്കാലിക ശിക്ഷകളിൽ നിന്നുള്ള പൂർണ്ണമായ ഇളവാണ് ദണ്ഡവിമോചനത്തിലൂടെ അർത്ഥമാക്കുന്നത്. നോമ്പുകാലത്തെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഈശോയുടെ ക്രൂശിത രൂപത്തിനു മുമ്പിൽ മുട്ടുകുത്തി ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചാൽ, ഏറെ പ്രത്യേകമായി ഈശോയുടെ 5 തിരുമുറിവുകളെക്കുറിച്ചുള്ള പ്രാർത്ഥന ചൊല്ലുന്നതിലൂടെ വിശ്വാസികൾക്ക് ഈ കൃപ സ്വന്തമാക്കാം. കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ ഇരു കൈകളിലെയും കാലുകളിലെയും തിരുവിലാവിലെയും തിരുമുറിവുകളെ ഭക്തിപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് വേണം ഈ പ്രാർത്ഥന ചൊല്ലാൻ. ഈ ആത്മീയ കൃപ പൂർണ്ണമായി ലഭിക്കുന്നതിന് സഭ 4 പ്രധാന നിബന്ധനകൾ നിഷ്കർഷിക്കുന്നുണ്ട്. ദണ്ഡവിമോചനം ആഗ്രഹിക്കുന്ന വ്യക്തി കൃത്യമായ ഒരുക്കത്തോടെ കുമ്പസാരിച്ച് ദൈവകൃപയിലായിരിക്കണം എന്നതിനൊപ്പം തന്നെ പ്രാർത്ഥന ചൊല്ലുന്ന ദിവസം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വേണം. കൂടാതെ സഭയുടെ തലവനായ മാർപ്പാപ്പയുടെ പ്രത്യേക നിയോഗങ്ങൾക്കായി ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു ത്രിത്വസ്തുതി എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലേണ്ടതുണ്ട്. പാപത്തോടുള്ള പൂർണ്ണമായ വിരക്തിയും ലഘുവായ തെറ്റുകളോട് പോലും മമതയില്ലാത്ത ഹൃദയവികാരവും ഇതിന് അത്യന്താപേക്ഷിതമാണ്. സാധാരണ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഭാഗികമായ ദണ്ഡവിമോചനമാണ് ലഭിക്കുന്നതെങ്കിൽ നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിൽ ഇത് പൂർണ്ണ ദണ്ഡവിമോചനമായി മാറുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. വിശ്വാസികൾക്ക് ഈ കൃപ തങ്ങൾക്കായി തന്നെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി കാഴ്ചവെക്കുകയോ ചെയ്യാവുന്നതാണ്. വെള്ളിയാഴ്ചകളിൽ കുരിശിൻ്റെ വഴി നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ പ്രാർത്ഥന കൂടി ചൊല്ലുന്നത് നോമ്പുകാലത്തെ ആത്മീയ ഒരുക്കത്തിന് വലിയ കരുത്തേകുമെന്ന് സഭാ അധികൃതർ ഓർമ്മിപ്പിക്കുന്നു.